തത്തമംഗലത്ത് 33 kV സബ്സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനം നടത്തി. പ്രദേശത്തെ വൈദ്യുതി വിതരണം നടത്തുന്ന ലൈനുകളിൽ തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും വിതരണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായാണ് സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നത്. തത്തമംഗലം രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് 33 kV സബ്സ്റ്റേഷൻ തത്തമംഗലത്തിന്റെ സർവ്വതോന്മുഖമായ വികസനത്തിന് ചാലകശക്തി. തുടർന്ന് അധികാരത്തിലുണ്ടായിരുന്ന 2011-2006 കാലഘട്ടത്തിൽ 27.5 മെഗാവാട്ടും 2011-2016 കാലയളവിൽ 29.5 മെഗാവാട്ട് ശേഷിയുമാണ് സംസ്ഥാനത്ത് അധികമായി വർദ്ധിപ്പിക്കാൻ സാധിച്ചത്. എന്നാൽ മറുഭാഗത്ത് LDF സർക്കാരിൻ്റെ ഉൽപ്പാദന മേഖലയിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. 1990-2001 ശ്രീ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ 1087 മെഗാവാട്ട് എന്ന വലിയൊരു വർധനവ് കൈവരിക്കാൻ സാധിച്ചു. 2016 മുതൽ 2020 വരെ ദശകത്തിൽ റെക്കോർഡ് വേഗതയിൽ 2267.48 മെഗാവാട്ട് വൈദ്യുതിയാണെന്ന ഉൽപ്പാദന ശേഷിയിൽ കൂട്ടിച്ചേർത്തത്. ഇതിൽ 179.65 മെഗാവാട്ട് ജലവൈദ്യുതി പദ്ധതികളിൽ നിന്നുമാണ്. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് കേരളത്തിൽ ഊർജ മേഖലയിലെ 2,25,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. UDF കാലത്ത് മുടങ്ങിക്കിടന്ന ഇടമൺ കൊച്ചി 400 kV പവർ ഹൈവേയും പുകലൂർ മടക്കത്തറ ലൈനും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി. നമ്മുടെ വൈദ്യുതി ഇറക്കുമതി ശേഷി 2,550 മെഗാവാട്ടായി വർദ്ധിപ്പിക്കാൻ ഈ സർക്കാരിന് സാധിച്ചു. ഇത് പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിൽ നിർണായകമായി. നെന്മാറ MLA K. ബാബു അധ്യക്ഷത വഹിച്ചു. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി, നഗരസഭാ കൗൺസിലർ രാഹുൽ കൃഷ്ണ, വിവിധ പാർട്ടി നേതാക്കളായ അനീഷ്, ഷാജഹാൻ, അഡ്വക്കേറ്റ് മഹേഷ്, സച്ചിദാനന്ദ ഗോപാലകൃഷ്ണൻ, A. ശശിധരൻ, AK. ഓമനക്കുട്ടൻ, ഖലീൽ റഹ്മാൻ, വൈദ്യുതി ബോർഡ് ഡയറക്ടർ V. മുരുകദാസ്, പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ്, പുതുനഗരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു, പെരുവമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. ചിത്ര എന്നിവർ സംസാരിച്ചു. വൈദ്യുതി ബോർഡ് ചീഫ് എഞ്ചിനീയർ K. ശാന്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈദ്യുതി ബോർഡ് വിതരണ ഡയറക്ടർ സുരേന്ദ്ര സ്വാഗതവും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ രാജശ്രീ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.